ഖമനേയിയുടെ വധത്തോടെ തങ്ങളുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല എന്നും അടുത്ത പരമോന്നത നേതാവായി ചുമതലയേൽക്കുമെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖുമൈനിയെയും തങ്ങൾ വധിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ പരസ്യമായ ഭീഷണി. എന്നാൽ വളർത്തുമൃഗങ്ങളെ അടക്കി നിർത്താൻ ഡൊണാൾഡ് ട്രംപിനോട് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ നാടകീയവും അതേസമയവും വികാര നിർഭരവുമായ ഒരു നിമിഷത്തിലൂടെ മിഡിൽ ഈസ്റ്റ് കടന്നുപോയിട്ടുണ്ടാകില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷം താൽക്കാലികമായി ശാന്തമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഈ വേളയിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ടെഹ്റാനിലേക്കാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിടവാങ്ങലും അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങുകളുമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തലകുനിക്കാത്ത ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പരമാധികാരം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ജനതയ്ക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗമേൽപ്പിച്ച ആഘാതം ചെറുതല്ല. ടെഹ്റാനിലെ മുസല്ലയിൽ 3 ദിവസത്തെ പൊതുദർശനത്തിന് വയ്ക്കുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. 1 കോടിയോളം ജനങ്ങൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വിപ്ലവ നേതാവിന് തന്റെ ജനത നൽകുന്ന ഏറ്റവും വലിയ ആദരമായി ഇത് മാറുകയാണ്. മുൻകാലങ്ങളിൽ ഇറാന്റെ ചരിത്രത്തെ ഉലച്ച 2 വലിയ വിലാപയാത്രകളുടെ പശ്ചാത്തലം കൂടി ഇതിനോടകം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. 1989 ഇസ്ലാമിക വിപ്ലവത്തിന്റെ അമരക്കാരനായ ആയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ അന്തരിച്ചപ്പോൾ ഉണ്ടായ ജനക്കൂട്ടവും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 56 പേർ മരണമടഞ്ഞ സംഭവം ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. അന്ന് ജനലക്ഷങ്ങളുടെ വികാരപ്രകടനം നിയന്ത്രിക്കാനാവാതെ പ്രിയ നേതാവിന്റെ ഭൗതിക ശരീരം അടങ്ങിയ പെട്ടി ഹെലികോപ്റ്ററിൽ വരെ തിരികെ കൊണ്ടുപോകേണ്ടി വന്നിരുന്നു. അതിനുശേഷം 2020 ജനുവരിയിൽ അമേരിക്കയുടെ ഭീരുത്വം നിറഞ്ഞ മിസൈൽ ആക്രമണത്തിൽ ബാഗ്ദാദിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച ജനറൽ ഖാസിം സുലൈമാനിയുടെ വിലാപയാത്രയിലും സമാനമായ രീതിയിൽ ദശലക്ഷങ്ങൾ തെരുവിലിറങ്ങുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ 2 ചരിത്ര സംഭവങ്ങളെയും മുൻനിർത്തി ഇറാന്റെ ശത്രു രാജ്യം അരാജകത്വത്തിലേക്ക് വീഴുമെന്ന് പ്രവചിക്കുമ്പോൾ അത്യന്തം അച്ചടക്കത്തോടെയും അതേസമയം ശക്തമായ സുരക്ഷാ വലയത്തിലും ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ ഭരണകൂടം. രാജ്യത്തിന്റെ പരമാധികാരവും കരുത്തും വിളിച്ചോതുന്ന തരത്തിൽ ടെഹ്റാനിൽ നിന്നും ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളിലൂടെയും കടന്ന് ഖമേനിയുടെ ജന്മനാടായ മഷാദിൽ ജൂലൈ 9 നടക്കുന്ന ഖബറടക്കം വരെയുള്ള ദിവസങ്ങൾ ഇറാന്റെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്നവയായിരിക്കും. എന്നാൽ ഈ വിലാപകാലത്തും ഇറാന്റെ പരമാധികാരത്തിന് നേരെ കടുത്ത വെല്ലുവിളിയും ഭീഷണിയുമാണ് പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ ഇസ്രായേൽ ഉയർത്തുന്നത്. ഇറാന്റെ മണ്ണിൽ നിരന്തരം അധിനിവേശത്തിന്റെ കരിനിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിലൂടെ വീണ്ടും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഖമേനിയുടെ വധത്തോടെ തങ്ങളുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല എന്നും അടുത്ത പരമോന്നത നേതാവായി ചുമതലയേൽക്കുമെന്ന് കരുതുന്ന അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖുമൈനിയെയും തങ്ങൾ വധിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ പരസ്യമായ ഭീഷണി. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും അവരുടെ നേതൃത്വത്തിന് നേരെയും അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ ഭീകരപരമായ പ്രസ്താവനകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടിയും പോയിട്ടുണ്ട്. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ അടക്കി നിർത്തണമെന്നാണ് ഡൊണാൾഡ് ട്രംപിനോട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കയ്ക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് അജ്ഞാത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന മുജ്തബ ഖുമൈനി ആദ്യമായി ഈ ചടങ്ങുകളിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുമോ എന്നാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ ചാരക്കണ്ണുകളുമായി അലയുന്ന ഇസ്രായേലിന്റെ മൊസാദിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പുതിയ ശക്തിയായി മുജ്തബ ഖുമൈനി ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അത് ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുമെന്നതിൽ തർക്കമില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ വധിച്ച ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് പകരമായി ഇറാൻ കാത്തുവച്ചിരിക്കുന്ന പ്രതികാരത്തിന്റെ ഫയലുകൾ ഇനിയും അടച്ചിട്ടില്ല എന്ന ഭരണകൂടം വ്യക്തമാക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയം കൂടുതൽ ശക്തമായ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വലിയ സംഘർഷങ്ങൾക്കിടയിലും ഹോർമൂസ് കടലിടുക്കിൽ താൽക്കാലികമായി ഒരാഴ്ചത്തേക്ക് വെടിനിർത്തൽ ധാരണയായി എന്നത് ശ്രദ്ധേയമാണ്. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ശക്തമായ മധ്യസ്ഥതയിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇരു വിഭാഗങ്ങളും എത്തിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ 2 കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിൽ ഔദ്യോഗികമായി ദുഃഖമാചരിക്കുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഇനി രണ്ടാമത്തെ കാരണം, കൃത്യം ഇതേ സമയത്താണ്, അതായത് ജൂലൈ 4-ന്
അമേരിക്ക തങ്ങളുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനം വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഒരിടത്ത് വൻ ആഘോഷങ്ങളും മറ്റൊരിടത്ത് വിയോഗത്തിന്റെ കനത്ത ദുഃഖവും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് തൽക്കാലം ഒരാഴ്ചത്തേക്ക് വലിയ പ്രകോപനങ്ങൾ ഒന്നും ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എങ്കിലും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ശക്തമായ കാവലുള്ള ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കുള്ള സ്വാധീനത്തിന്റെ തെളിവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നയതന്ത്രപരമായ കാരണങ്ങളാൽ പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നില്ല എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ഉന്നതതല ഔദ്യോഗിക പ്രതിനിധി സംഘം ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ ബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ താൽക്കാലികമായ ശാന്തത പ്രകടമാണ് എങ്കിലും യൂറോപ്പിലെ യുക്രൈൻ യുദ്ധഭൂമിയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ മണിക്കൂറുകൾ നീണ്ട ശക്തമായ പ്രത്യാക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ഈ സാഹചര്യത്തിലും യുക്രൈൻ പാശ്ചാത്യ സഹായത്തോടെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ തുനിഞ്ഞതോടെ യുദ്ധം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. 4.5 വർഷം പിന്നിട്ടിട്ടും കിഴക്കൻ യുക്രൈനോടൊപ്പം കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയാത്തതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വലിയ ആഭ്യന്തര സമ്മർദ്ദങ്ങളുമുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാനോ തടവിലാക്കാനോ ലക്ഷ്യമിട്ട് കീവ് നഗരം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പുതിയ കമാൻഡ് ഓപ്പറേഷനുകളിലേക്ക് റഷ്യൻ സൈന്യം മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെട്ട് അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപിന് US കോൺഗ്രസിന്റെ കടുത്ത യുക്രൈൻ അനുകൂല നിലപാട് കാരണം ഇപ്പോൾ റഷ്യയെ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയാത്തത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ളവർ ട്രംപിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ യുദ്ധക്കെടുതികൾ ഒരു വശത്ത് ലോകത്തെ ഭീതിയിലാഴ്ത്തുമ്പോൾ മറുവശത്ത് പ്രകൃതിയുടെ ദയനീയമായ താണ്ഡവത്തിലാണ് വെനസ്വേല സാക്ഷ്യം വഹിക്കുന്നത്. തലസ്ഥാനമായ കാരക്കാസ് മേഖലയെ പൂർണ്ണമായും തകർത്തുകൊണ്ടുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതിനോടകം തന്നെ 2000 കടന്നിരിക്കുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്നാൽ 60,000-നും 70,000-നും ഇടയിൽ ആളുകളെയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായിരിക്കുന്നത്. പല പ്രദേശങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ടതിനാലും വെനസ്വേലൻ സർക്കാരിന്റെ പരിമിതമായ സംവിധാനങ്ങൾ കാരണവും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുന്നു. ഒന്നാലോചിച്ചാൽ ട്രംപ് ഒന്ന് കാലുകുത്തിയതേയുള്ളൂ, ആ നാടും നശിച്ചുപോയി. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും മൂലം സാമ്പത്തികമായി തകർന്ന വെനസ്വേലയിലേക്ക് അന്താരാഷ്ട്ര സഹായങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് എങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇതിനൊപ്പം തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സായുധ ഏറ്റുമുട്ടലുകളും മ്യാൻമറിലെ ആഭ്യന്തര കലാപങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തി വിതച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ ശ്രമങ്ങളും യുദ്ധക്കെടുതികളും ഒരു വശത്ത്, പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം മറുവശത്ത് എന്ന രീതിയിൽ ലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിയോഗം മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും എന്ന വരും ദിവസങ്ങളിൽ അതനുസരിച്ച് ലോകം എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമെന്നും ആശങ്കയോടെ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.